കിച്ചണിൽ എന്ത് ചെയ്യാന്ന് ഇങ്ങനെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കേട്ടോ എൻ്റെ ഫിഷ് ടാങ്കിനെ ഞാൻ കണ്ടത്. ഗോൾഡൻ ഫിഷ് കിടന്ന ടാങ്കിലെ എല്ലാ ഗോൾഡൻ ഫിഷും ചത്തുകഴിഞ്ഞു. പിന്നെ ഈ ഒരു ടാങ്ക് എനിക്ക് എപ്പോഴും പണി തരാറുള്ളതാണ്. ഈ ട്യൂബ് ഇതിൽ നിന്ന് ഇളവി വീണുകൊണ്ടിരിക്കും, ഞാനത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ സ്ഥിരം പരിപാടിയായി ഇപ്പോൾ. ഒറ്റയടിക്ക് 10 ഗോൾഡൻ ഫിഷ് ചത്തതിൻ്റെ ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാവിലെ മീൻ കൊണ്ടുവരുന്ന ആൻറ്റി മീൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യം വളരെ കുറവായതുകൊണ്ട് എനിക്ക് ആൻറ്റി തന്നെ മീൻ ക്ലീൻ ചെയ്ത് തരാറാണ് പതിവ്. അത് പിന്നെ ഞാൻ വന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി. രാവിലെ 8 മണിക്ക് അടുക്കളയിൽ കയറി മുഷിയാനൊരു താല്പര്യക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അരിക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്തത്. ഒരാഴ്ച കൊണ്ട് ഏകദേശം പുറത്താണെന്നാണ് ഫുള്ള് ഫുഡടി. അതുകൊണ്ട് തന്നെ ഒന്ന് കാര്യമായിട്ട് തന്നെ ഫുഡ് എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു. വല്ലപ്പോഴും അടുക്കളയിൽ കയറുന്നതുകൊണ്ടാണ് ഈ ഒരു പണി കിട്ടിയത്. സവോള എന്നെ ചതിച്ചിടാ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഫുഡ് ഐറ്റത്തിൽ ഹൈലൈറ്റ് എന്ന് പറയുന്ന മീൻ ഒന്നുമല്ല, ദേ ഈ ഒരു കറിയാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബറിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് സംഭവം. ഇടയ്ക്ക് ഫോൺ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ കോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കിച്ചണിലെ പരിപാടി ഏകദേശം സെറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ നേരെ ഗാർഡനിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടിയേക്കണേ. ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.